അപ്പം ഞാൻ ഇനിയും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വെച്ചു. ഞാൻ എന്താ പറയുക, എൻ്റെ മുഖം കാണിക്കാത്ത എനിക്ക് ചെയ്യില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നലെ രാത്രി കുത്തി ഇത് ചെയ്തതാണ്. ഇതൊക്കെ ഈ ഒരു കുട്ടിക്കുന്നൊക്കെ ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊക്കെ ഞാൻ തുടച്ച് ആദ്യം വെച്ചു. എല്ലാം എടുത്തിട്ട് വെച്ചു. സ്പേസ് ഇവിടെ കിട്ടും. എങ്ങനെ എനിക്ക് തന്നെ ബുദ്ധി അങ്ങനെ ഇയാളെ കൊണ്ട് ഞാനിത് ഈ സൈഡ് വെച്ചെടുത്തു. ഓക്കെ, അങ്ങനെ നമുക്കിനി കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. നമ്മുടെ ഫ്ലവർ ഇപ്പം ഞാൻ സൈഡിൽ വെച്ച് ഈ ഒരു സൈഡിലാക്കാം. ഇവിടെ ഇതിപ്പം ഡസ്കിൻ്റെ അടുക്കത്തിനാണ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് എൻ്റെ ഈ ഒരു കുട്ടിയാണ്, നമ്മളെ ജോമെട്രിക്കൽ ബോക്സ്. അത് ഞാൻ ആൾക്കാർ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ ഇവിടെ നമുക്കുണ്ടേ. പിന്നെ എൻ്റെ സ്റ്റിക്കർ ബുക്ക്, പിന്നെ എൻ്റെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ്. പാറ്റേൺ പേപ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്തോ പാറ്റേൺ പേപ്പേഴ്സും. ഇത് വലിയ പാറ്റേൺ പേപ്പേഴ്സ്, ചെറിയ പാറ്റേൺ പേപ്പേഴ്സ്. ഇവരെ ഒന്ന് എടുത്തേക്കണം. അങ്ങനെ ഇവരെ വെച്ചത് വലിയ പേപ്പേഴ്സ് അല്ല. അപ്പോൾ ഇവരെ വെച്ച് ഞാൻ ഈ ഒരു കട്ടി ഒരു സൈഡിലോട്ടേക്ക് ഇങ്ങനെ ഒന്നി കയറ്റി അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവർ ഈ കുഞ്ഞന്മാരാണ് വെക്കുന്നത്. കുഞ്ഞന്മാരെ വെക്കാൻ വല്ല പാടുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് കാര്യം ചെയ്യാം. ഇതിപ്പം നല്ല പാടാണ് എനിക്ക് വെക്കാനൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ വിചാരിച്ചിട്ട് ഫയലിലൊക്കെ. പിന്നെ ഞാനൊരു ഹിപ്സ്റ്റർ ഫാനാണ് കേട്ടോ. അതുകൊണ്ട് ഹിപ്സ്റ്ററിനെ കുറച്ച് 3 ഫോട്ടോസ് ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പാറ്റേൺ പേപ്പേഴ്സ് എനിക്ക് അവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എനിക്ക് തിരിച്ച് സമാധാനം. കാരണം ഇവിടെ വെച്ചാൽ ചുളിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഇവിടെ വെക്കാമെന്ന്. അങ്ങനെ ഫയലിൽ കുറച്ച് കച്ചറൊക്കെ ഉണ്ട്. അങ്ങനെ ഫയൽ നല്ല വെയിറ്റ് ഉണ്ട്, എന്തറിയത്തില്ല. ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഫയൽ വയ്ക്കാൽ. അതിനുശേഷം ഇങ്ങനത്തെ കുറച്ച് പെട്ടികൾ, കുറച്ച് അതിൻ്റെ ഒരു പൗച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടേപ്പ്, അതൊക്കെ ഞാൻ കൂടി സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ എൻ്റെ വേസ്റ്റ് ബിന്നാണ്. വേസ്റ്റ് ബിന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വേസ്റ്റ് ബിൻ്റെ അവസ്ഥ. സോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡെസ്ക്. നിങ്ങളുടെ ഡെസ്ക് ഇങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇത് അങ്ങനെ അവസാനമെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നിട്ട് നമ്മളെല്ലാം കൂടിയിട്ട് ഒന്ന് എന്താ പറയുക, എനിക്ക് പറയാൻ കിട്ടുന്നത് ആ ബെൽ ബട്ടൺ ഒന്ന് ജസ്റ്റ് അടിച്ചങ്ങ് പൊടിക്കുക. അത്ര തന്നെ, അത്രയേ ഉള്ളൂ.